Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. സിനിമാ ചിത്രീകരണം മിന്നൽ വേഗത്തിൽ, രോഗികൾക്കുള്ള മരുന്ന് വിതരണം ഒച്ചിഴയും പോലെ. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന വിചിത്ര സംഭവങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് മൈൻഡ് ഓഫ് അങ്കമാലി. സിനിമാ ഷൂട്ടിംഗ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. 7 ദിവസത്തിനകം വിശദീകരണം നൽകാൻ ഉത്തരവ്. അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിന്റെ മോർച്ചറിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് നിൽക്കുന്നത്. ഞാനൊരു രോഗിനെ കൊണ്ട്, അത്യാവശ്യം കഴിഞ്ഞപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാവശ്യം സംബന്ധിച്ച ആൾക്കാർ കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് ഏത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടിച്ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ്. നമ്മളിവിടെ ഉള്ളൊരു കലയ്ക്കോ ഒരു സിനിമയ്ക്കോ സിനിമക്കാർക്കൊന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാരാണ്? ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊരു ബോധം വേണ്ടേ? സാധാരണക്കാർ വരുന്ന ഈ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ സിനിമ ഷൂട്ടിങ്. ഈ അടുത്തിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു. അതിൽ ഗുണാക്കേവ് അതുവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച് നമ്മൾ ഞെട്ടിച്ച കലാകാരന്മാരുള്ള കേരളത്തിലെ ഈ സിനിമാ ലോകത്തിന് ഒരു സെറ്റിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ലേ? അപ്പം ഇത്തരത്തിലുള്ള പോക്കൃതരൊക്കെ ഇത് ഈ നാട്ടിൽ നടക്കുള്ളൂ. നമ്മുടെ ആരോഗ്യമന്ത്രിയും കേരള ഗവൺമെൻറ്റൊക്കെ കേരളത്തിലെ ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മെച്ചപ്പെടുത്തിയ രീതിയിൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി കൊണ്ട് സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും എഴുത്തി കാണിക്കുകയുള്ളൂ. അതിലുപരി സാധാരണക്കാരുടെ ജീവന് പുല്ല് വില വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നികൃഷ്ടമായ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ആദ്യം നിർത്തേണ്ടത്. ഇത് ഇവർക്ക് ചെയ്യാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരുമില്ല. വ്യാഴാഴ്ച വൈകിട്ടോടെ അങ്കമാലി താലൂക്ക് ആശുപത്രി മുറ്റത്ത് പൈങ്കിളിക്കൂട്ടം പറന്നിറങ്ങി. ആശുപത്രിക്ക് മുൻപിൽ വാഹനങ്ങൾ നിരന്നു. ക്യാമറകളും ലൈറ്റുകളും പെട്ടികളുമായി ഒരു കൂട്ടം അത്യാഹിത വിഭാഗത്തിലേക്ക് ഇരച്ചുകയറി. അത്യാഹിത വിഭാഗത്തിലേക്കുള്ള വഴി കയർ കെട്ടി അടയ്ക്കപ്പെട്ടു. ആശുപത്രിക്ക് അകത്തെ ലൈറ്റുകൾ അണഞ്ഞു. പകരം കണ്ണുമഞ്ഞളിക്കുന്ന ഹൈ വോൾട്ട് ലൈറ്റുകൾ ജ്വലിച്ചു. ഡോക്ടർമാരെ കാണാനും മരുന്ന് വാങ്ങാനും എത്തിയവരോട് മിണ്ടാതിരിക്കാൻ പൈങ്കിളിക്കൂട്ടത്തിന്റെ ഉത്തരവ്. പിന്നെ ആശുപത്രിയിൽ ഉയർന്നു കേട്ടത് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ മുറവിളികൾ. ഇതിനിടയിൽ ചികിത്സയ്ക്കായി എത്തിയ പാവപ്പെട്ടവരുടെ ദയനീയത ഇല്ലാതായി. ഫഹദ് ഫാസിലിന്റെ പൈങ്കിളി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ താളം തെറ്റിച്ചത് എന്ന് പറയപ്പെടുന്നു. വളരെ പരിമിതമായ സ്ഥലത്താണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത്. 50ഓളം വരുന്ന സിനിമാ പ്രവർത്തകരും ഉപകരണങ്ങളും ഈ ഭാഗം കൈയടക്കിയതോടെ രോഗികൾ പുറത്തായി. പ്രസവ ബ്ലോക്ക് അടക്കം കാലിയായി കിടക്കുന്ന ഇടങ്ങൾ ആശുപത്രിയിൽ ഉണ്ടെന്നിരിക്കെയാണ് തിരക്കേറിയ അത്യാഹിത വിഭാഗം തന്നെ സിനിമാക്കാർക്ക് നൽകിയത്. ഒട്ടേറെ പാവപ്പെട്ട ജനങ്ങൾ ചികിത്സ തേടി എത്തുന്ന ഇടമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി. കാലവർഷക്കെടുതികളും പകർച്ചവ്യാധികളും വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് സദാസമയവും ജാഗ്രതയിലിരിക്കേണ്ടതാണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം. ഈ ഭാഗമാണ് ഒരു രാത്രി മുഴുവൻ സിനിമാക്കാർ കൈയടക്കിയത്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും ഉയർന്നു. മൈൻഡ് ഓഫ് അങ്കമാലിയാണ് ആശുപത്രിയിലെ ഷൂട്ടിംഗ് വിവരം ആദ്യം പുറത്തുകൊണ്ടുവന്നത്. ഷൂട്ടിംഗ് സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ വിശദീകരണം അന്വേഷിച്ചപ്പോൾ സൂപ്രണ്ട് ലീവിലാണ് എന്ന മറുപടിയാണ് ലഭിച്ചത്. ആശുപത്രി സൂപ്രണ്ടിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല. അങ്കമാലി നഗരസഭാ സെക്രട്ടറിയെ ഷൂട്ടിംഗ് വിവരം അറിയിച്ചിരുന്നില്ല എന്നും പറയപ്പെടുന്നു.
അതേസമയം ആരോഗ്യവകുപ്പിന്റെയോ നഗരസഭയുടെയോ അനുമതി കൂടാതെ ആരാണ് ആശുപത്രി സിനിമാക്കാർക്ക് വിട്ടു നൽകിയത് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാർ നിത്യേന അനുഭവിക്കുന്ന ദുരിതം ബന്ധപ്പെട്ടവർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പരാതിയുണ്ട്. ഡോക്ടറെ കണ്ട ശേഷം മരുന്നിനായി ഫാർമസിക്ക് മുൻപിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളതെന്ന് ചികിത്സ തേടിയെത്തിയവർ പറയുന്നു. അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറെ കാണാൻ വന്നതിന് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം ഞാൻ ഈ ക്യൂവിൽ നിൽക്കായിരുന്നു. അപ്പം ഞാനിത് അവിടെ ഓഫീസിൽ പറഞ്ഞിരുന്നു. ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സൂപ്രണ്ടിനെ കാണാൻ പറഞ്ഞു. ഞാൻ സൂപ്രണ്ടിനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ സൂപ്രണ്ട് അവിടെ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ ഫാർമസിയിലെ ആ മാഡത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ 3 മാസമായി ഒരാൾ വെച്ചുകൊണ്ട് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരാളിന് ഫാർമസിയിലുള്ളത്. അപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണുന്നതിൻ്റെ തൊട്ട് മേളിൽ ലൈറ്റ് അവർ ഈ ഷൂട്ടിങ്ങുകാർ കവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പ്രതികരിക്കാനായിട്ട് ഞാൻ പ്രതികരിക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. കാരണം എനിക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 3/4 മണിക്കൂർ നേരം ഞാൻ ക്യൂവിൽ നിന്നു. ഇത് കഴിഞ്ഞ് ഞാനിവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഇതിന് തീരുമാനമാക്കിയില്ല. ഫാർമസിയിൽ ഇരിക്കുന്ന മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾ എവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഡോക്ടറെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 11 മണിയായപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും കൂടുതലായിട്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്. ഇവിടെ വന്ന് പ്രഷറിൻ്റെ ഒരു ഇത് കയ്യിൽ കെട്ടി പ്രഷർ നോക്കാൻ വെച്ചിട്ട് അവർ കുറേ സമയത്തേക്ക് അവിടെ വന്നില്ല. അത് വെച്ചിട്ട് അവർ മാറിപ്പോയി ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു തിരക്കിലേക്ക്. അത് കഴിഞ്ഞ് ഷുഗർ നോക്കാൻ പറഞ്ഞു. ഷുഗർ നോക്കിയിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒത്തിരി സമയം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോയത്. ഇന്നിപ്പോൾ രാവിലെ വന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഇവിടെ വന്നു ചീട്ടെടുക്കണോടത്തും ഡോക്ടറെ കാണുന്നിടത്തും ഒന്നും തിരക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കണ്ടു. പക്ഷേ മരുന്ന് വാങ്ങാൻ ഇല്ല, മുറ്റത്തുനിന്ന് മുതൽ വെയിൽ കൊണ്ട്, എനിക്ക് ഷുഗറും പ്രഷറും കൂടുതലാണ് ഇന്ന്, വെയിൽ കൊണ്ട് ഈ സ്ഥലം വരെ എത്തി നിൽക്കുന്നത്. ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്, അവർ ഇതിലൊക്കെ നടക്കുന്നുണ്ട്. ഈ ജോലിക്കാരില്ലെങ്കിൽ ആസ്പത്രി അധികൃതരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ആ ആൾക്കാരെ ആരെങ്കിലും പകരത്തിനോ ഡെയിലി വേജസിനോ ഇഷ്ടം പോലെ പിള്ളേർ പഠിച്ചു നിൽക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ എടുക്കാൻ അവർ ശ്രമിക്കണം. ഞാനും ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. ഞാനും ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടാണ് ജോലി ചെയ്തു പോകുന്നത്. ഒരു പരാതി, ജനങ്ങൾക്ക് കാശ് കൊണ്ടാണ് ഈ ആസ്പത്രി എല്ലാം നിലനിന്ന് പോണത്. അത് ഇവർക്ക് ആർക്കും അറിയില്ല, ഈ ജനങ്ങൾക്ക് അറിയില്ല. അപ്പം ഇവരുടെ വിചാരം നമ്മൾ ഔദാര്യം പറ്റാൻ വന്നതാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല. 100 കണക്കിന് പേർ ക്യൂ നിന്ന് നരകിക്കുമ്പോൾ മരുന്നെടുത്തു നൽകാനുള്ളത് ഒരു സ്റ്റാഫ് മാത്രം. സിനിമാ ഷൂട്ടിങ്ങിന് ആശുപത്രി വിട്ടു നൽകാൻ കാണിക്കുന്ന ഉത്സാഹം രോഗികളുടെ കാര്യത്തിലും ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകണമെന്നാണ് പൊതുജനം പറയുന്നത്. കാലത്ത് 10 മണിക്ക് മരുന്ന് മേടിക്കാൻ വന്നതാണ്. മരുന്ന് മേടിക്കാൻ ഞങ്ങൾ മുറ്റത്തെ ക്യൂവിൽ നിന്ന് അവിടെ നിന്ന് ഡോക്ടറെ കണ്ടു വന്നിട്ടും ഇവിടെ മരുന്ന് കിട്ടാനായിട്ട് പിന്നെയും 3/4 മണിക്കൂറോളം ഞങ്ങൾ കാത്തു നിൽക്കാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു 2 കൗണ്ടറുണ്ട്, ഒരു കൗണ്ടർ തുറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ആളില്ല. അങ്ങനെയാണ് നിങ്ങൾ മറ്റേ സാറിൻ്റെ അടുത്ത് പറയുന്നു പറഞ്ഞു. സാറ് ലീവാണ്. അപ്പോൾ ആ ലീവിന് ഞങ്ങൾക്കറിയില്ല ലീവണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ആരോടാണ് ഞങ്ങൾ പറയേണ്ടതെന്ന് ഇവിടെ ആൾക്കാരില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുന്നുണ്ട്. അവരിതിന് പ്രതികരിക്കണില്ല. അവർ പറയുമ്പോൾ അങ്ങോട്ട് മാറി ആ ബോർഡിൻ്റെ അവിടേക്ക് മാറിയിരിക്കും. ഇതാണ് അവസ്ഥ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.